അന്ധമായ അനുകരണം പാടില്ല എന്ന് പറയുമ്പോൾ അനുകരണങ്ങളൊക്കെ തീർത്തും പാടില്ല എന്നതിനർത്ഥമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണ് എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. എന്നിട്ട് താൻ ചോദിച്ച് മനസ്സിലാക്കിയ അറിവുള്ള ആളുകളെ അംഗീകരിക്കുകയും അവരുടെ അറിവിനെ അനുകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദീൻ പഠിപ്പിച്ച വിഷയമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കാടടച്ച് അന്ധമായിട്ടുള്ള അനുകരണം അല്ല ഇവിടെ വിഷയം. ഇവിടെ അറിവില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള ഏതൊരു പണ്ഡിതനോടും ചോദിച്ച് മനസ്സിലാക്കി ദീൻ ഉൾക്കൊള്ളുക, അറിവ് നേടുക എന്നുള്ള വിഷയമാണ്. അത് ദീൻ പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആദർശവുമാണ്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ ഒരു മഹൽ വചനം പഠിക്കുമ്പോൾ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലുള്ള ബധിരരാകരുത്, കണ്ടിട്ടും കാണാത്തതുപോലുള്ള കുരുടന്മാരും അന്ധന്മാരുമാകരുത്, സംസാര ശേഷിയുണ്ടായിട്ടും ഊമകളെപ്പോലെ ആകരുത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ കേവല കേൾവിയല്ല വേണ്ടത്, കേൾക്കേണ്ടത് കേൾക്കണം, കേട്ടതിൽ നമുക്ക് ഉപകരിക്കണം, നമ്മളിൽ മാറ്റങ്ങളും സ്വാധീനവും ഉണ്ടാകണം. ഇതും നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ വചനം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബദിരന്മാരെ കുറിച്ചും മൂകന്മാരെ കുറിച്ചും അന്ധന്മാരെ കുറിച്ചും ഫഹും ലാ യഖിലൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനാൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്ന്. അള്ളാഹുവിൽ നിന്നുള്ള ഈ ഒരു വിധി നമ്മളോട് പറയുന്നത് നമ്മൾ ചിന്തിക്കണം എന്നാണ്, നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ഈ സത്യവേദം അവതീർണമായതും ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമായതും നമ്മുടെ ചിന്തയെ തൊട്ടുണർത്താനും അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുമാണ്. വിശിഷ്യ വിശുദ്ധ ഖുർആൻ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ എന്നാണ്. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിലുള്ള ഖുർആനാക്കി നാം ഇറക്കി, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. സൂറത്ത് യൂസുഫിന്റെ 2-ാം വചനത്തിൽ. സുഖ്റുഫിന്റെ 3-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ എന്ന്. പണ്ഡിതന്മാർ പറയുകയാണ്, വിശ്വാസ സമൂഹം വിശുദ്ധ ഖുർആൻ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച, കുറ്റപ്പെടുത്തിയ കുഫാർ, അതേപോലെ കപടന്മാർ, അവരുടെ അതേ ഗണത്തിൽ അവരോട് പങ്കാളികളായി അത്തരം മുസ്ലിമീങ്ങളും മാറും എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, ഫലൗ കാനൽ മുഅ്മിനൂന ലാ യഫ്ഖഹൂനഹു ഐദൻ, മുഅ്മിനീങ്ങളും വിശുദ്ധ ഖുർആനെ ഗ്രഹിക്കുന്നില്ല എങ്കിൽ ലകാനു മുശാരികീന ലിൽ കുഫാരി വൽ മുനാഫിഖീൻ ഫീമാ ദമ്മഹുമുല്ലാഹു തആല ബിഹി, കാഫിരീങ്ങളെയും കപടന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തിയ വിഷയത്തിൽ അത്തരം വിശ്വാസികൾ അവരോട് പങ്കുകാരാകും. കപടന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യർജിഊൻ എന്ന് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയ വചനമാണ്. ഇവിടെ കുഫാറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യഖിലൂൻ എന്ന്. അന്നഹു ദമ്മ മൻ ലം യകുൻ ഹദ്ദുഹു മിനസ് സമാഇ ഇല്ലാ സമാഅ സൗത്ത് ദൂന ഫഹ്മിൽ മആന വത്തിബാഇ, ശബ്ദം മാത്രം കേൾക്കുന്നു, ആശയം ഗ്രഹിക്കുന്നില്ല, അനുധാവനം ചെയ്യുന്നുമില്ല എങ്കിൽ അത്തരം ആളുകളുടെ അവസ്ഥ അതാണ് ഇവിടെ ആക്ഷേപാർഹമാകുന്നത്. സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ നമുക്ക് കാഴ്ചവെച്ച മഹൽ മാതൃകകൾ പലതാണ്. വിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചു മനസ്സിലാക്കി അതിനാൽ അവർ സ്വാധീനിക്കപ്പെട്ടതിന്റെ സൽമാതൃകകൾ. ഗസ്വത്തു ദാത്തുർ റിഖാ യുദ്ധത്തിന്റെ മടക്കയാത്രയിൽ ഒരു സംഭവം ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ദാത്തുർ റിഖായിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു ശത്രു മുസ്ലിം സൈന്യത്തിന്റെ പിന്നാലെ കൂടി രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ വരുന്നുണ്ട്. മുസ്ലിം സൈന്യം ഒരു താഴ്വാരത്ത് വിശ്രമിക്കാൻ രാത്രി താമസിക്കാൻ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റജുലുൻ യഖ്ലഉന, ആരാണ് ഇന്ന് നമുക്ക് കാവൽ നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തിയും അൻസാരികളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കാവൽ നിൽക്കാൻ 2 മലകൾക്കിടയിലുള്ള വഴിയുടെ തുടക്ക ഭാഗത്ത് അവരെ നിശ്ചയിച്ചു. അങ്ങനെ മുസ്ലിം സൈന്യം വിശ്രമിച്ചു. ഈ അൻസാരിയും മുഹാജിറും കാവൽ നിൽക്കാൻ വേണ്ടി മലഞ്ചെരിവിന്റെ തുടക്ക ഭാഗത്തേക്ക് വന്നു നിന്നു. മുഹാജിർ വിശ്രമിക്കാൻ കിടന്നു, അൻസാരി നിസ്കരിക്കാൻ നിന്നു. അപ്പോഴാണ് ശത്രു അവരെ തേടി അവിടെ വന്നെത്തുന്നത്. നിസ്കരിച്ച് നിൽക്കുന്ന അൻസാരിയെ ഈ ശത്രു കാണുകയാണ്. അയാൾക്ക് മനസ്സിലായി സൈന്യത്തിന് വിശ്രമിക്കാൻ കാവൽ നിൽക്കുന്ന ആളാണ് ആ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, ആ ശത്രു നിസ്കരിക്കുന്ന അൻസാരിക്ക് നേരെ അമ്പെയ്തു. ആ അമ്പ് അൻസാരിയിൽ തറച്ചു. പക്ഷെ അൻസാരി തന്റെ മേത്ത് തറച്ച അമ്പ് ഊരി
എടുത്തു വെച്ചു. പക്ഷെ ശത്രു തുടർന്ന് 3 അമ്പുകൾ എഴുതു. അപ്പോൾ അൻസാരി നിസ്കാരം അവസാനിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുഹാജിറിനെ വിളിച്ചുണർത്തി. ഇത് കണ്ട ശത്രു അവിടം വിട്ടോടിപ്പോയി. പക്ഷേ അൻസാരി രക്തത്തിൽ കുളിച്ച നിലയിൽ മുഹാജിർ കാണുമ്പോൾ സുബ്ഹാനല്ലാ അല അംബഹ്തനി അവ്വലമാ റമ, ശത്രു നിന്നെ ആദ്യം അമ്പെയ്തപ്പോൾ തന്നെ നിനക്കെന്നെ ഉണർത്തിക്കൂടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അൻസാരി പറഞ്ഞത് കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹ ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ, ഞാനൊരു സൂറത്ത് ഓതി നിസ്കരിക്കുകയായിരുന്നു. ആ സൂറത്ത് ഓതി തീരുന്നത് വരെ ആ ഓത്ത് നിർത്താൻ, സൂറത്ത് അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ശത്രു അമ്പെയ്ത്ത് തുടർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് റുക്കൂ ചെയ്ത് നിസ്കാരം അവസാനിപ്പിച്ചു, താങ്കൾക്ക് ഞാൻ കാണിച്ചു തരികയുമുണ്ടായി എന്നാണ് അൻസാരി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച ഒരു അതിർത്തി കാവൽ നിൽക്കൽ നഷ്ടപ്പെടുത്തുമെന്നുള്ള പേടി ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ആണേ സത്യം, ലഖതഅ നഫ്സി ഖബ്ല അൻ അഖ്തഅഹ ഔ അൻ ഉൻഫിദഹ, ഈ സൂറത്ത് ഓതി തീരുന്നതിന് മുമ്പ് അയാൾ എന്നെ വധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓതി തീരുന്നത് വരെ ഇത് ഞാൻ മുറിക്കുമായിരുന്നില്ല, സൂറത്ത് ഓതുന്നത് നിർത്തുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. സഹോദരന്മാരെ, ഞാൻ ഇത് ഉദ്ധരിച്ചത് നോക്കൂ, നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ അൻസാരിക്ക് നേരെ അമ്പെയ്തപ്പോൾ അയാൾ സൂറത്ത് ഓതുകയാണ്. അദ്ദേഹം ഓത്ത് നിർത്തുന്നില്ല, ഓത്ത് തുടർത്തുകയാണ്. അമ്പ് ഊരി ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് വെച്ച് അദ്ദേഹം തന്റെ നിസ്കാരം തുടർത്തുന്നു, ഓത്ത് തുടർത്തുന്നു എന്നുള്ളതാണ്. എത്രമേൽ താൻ പാരായണം ചെയ്യുന്നതിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു, എത്ര ഗ്രാഹ്യതയോടുകൂടി അദ്ദേഹം അത് പാരായണം ചെയ്യുന്നു, അതിൽ അദ്ദേഹം ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു, ആ സൂറത്തിനെ അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ചു ഉൾക്കൊണ്ട് പാരായണം ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന അവസ്ഥാമാറ്റമാണ്. ഇതാണ് ഈ വേദം അവതരിപ്പിക്കപ്പെട്ടതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതും. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ, വിശുദ്ധ വചനങ്ങൾക്ക് മുമ്പിൽ ബധിരരും മൂകരും അതേപോലെ ഈ വചനങ്ങളുടെ വിഷയത്തിൽ അന്ധരും ആയി പരിണമിച്ച് ചിന്തിക്കാതെ ഗ്രഹിക്കാതെ തരം താഴ്ന്ന അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ 43 ഉപമകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 ഉപമകൾ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചു പോയിട്ടുണ്ട്. ഇത് 4ാമത്തെ ഉപമയാണ്. വമസലുൽ ലദീന കഫറു കമസലിൽ ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ എന്ന് തുടങ്ങിയുള്ള ഈ മഹൽ വചനത്തിലെ ഉപമ.